കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനക്കുകയാണ്. എൽഡിഎഫിനും ബിജെപിക്കും പിന്നാലെ പ്രചാരണത്തിൽ കളം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം. തൃശൂരിലെത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണം ഒരുക്കാനൊരുങ്ങുകയാണ് പ്രവർത്തകർ. കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം നഗരത്തിൽ മുരളീധരൻ റോഡ് ഷോ നടത്തും. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുകയാണ്. ആദ്യം ബി വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെത്തുകയാണ്. ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം, ഇന്നവർ മണ്ഡലത്തിലേക്ക് എത്തുന്നു. ഒരു നീണ്ട പ്രചാരണ കാലത്തിനാണോ സംസ്ഥാനത്തിന് തുടക്കമാകുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കൂടി എത്തുമ്പോൾ അത് കൂടുതൽ കടുത്ത പ്രചരണം ഇന്നു മുതൽ പ്രതീക്ഷിക്കാമോ? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്നിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം, സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി കഴിഞ്ഞു. വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. രേണുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇടമായി തൃശൂർ മാറുകയാണ്. അവിടെ കെ മുരളീധരന്റെ വരവോടുകൂടി ആകെ ഇതുവരെയുള്ള ഒരു ചിത്രം മാറുന്നു. അവിടെ ഏതു തരത്തിലുള്ള വിജയം, ആർക്ക് വിജയം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പ്രധാനമായും പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള കടന്നുവരവ്, അത് ബിജെപി വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ, വലിയ നേട്ടമാക്കി മാറ്റുമ്പോൾ തൃശൂരിൽ അത് എങ്ങനെ ബാധിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നുണ്ട്. മറ്റിടങ്ങളിൽ, സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ബിജെപിയെ സംബന്ധിച്ച് അതൊരു നേട്ടമായി മാറുമ്പോൾ വളരെ ജയപ്രതീക്ഷ A+ മണ്ഡലമായി ബിജെപി വെച്ച് പുലർത്തുന്ന തൃശൂർ, അവിടെ സുരേഷ് ഗോപി കാലങ്ങളായി പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിന്റെ റാലികൾ തൃശൂരിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു. ഈ ഒരു സമയത്ത് പത്മജ വേണുഗോപാൽ വരുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുകയാണ്. അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസിലെ തന്നെ ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്, ഇനി അവിടെ ഡബിൾ എഞ്ചിനാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് TN പ്രതാപന് സ്വാധീനമുള്ള മേഖലകളുണ്ട്, തീരദേശ മേഖല അടക്കം TN പ്രതാപന് സ്വാധീനമുള്ള മേഖല. കെ മുരളീധരന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃശൂർ എന്ന് പറയുന്നത്. കെ കരുണാകരന്റെ തട്ടകമാണ്. മുരളീധരന് വളരെ പരിചിതമായ സ്ഥലമാണ്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും. മാത്രവുമല്ല, ഇന്നലെ കണ്ട ഏറ്റവും ഒരു ശ്രദ്ധേയമായ കാര്യം, സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റിയാൽ സാധാരണഗതിയിൽ അവിടെ പടലപ്പിണക്കമോ പരിഭവമോ ഒക്കെയും ഉണ്ടാകേണ്ടതാണ്, പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ കെ മുരളീധരൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ TN പ്രതാപൻ അവിടെ ചുമരെഴുതാൻ പോവുകയാണ് മുരളീധരന് വേണ്ടി. അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. ആ തരത്തിൽ ഒരേ മനസ്സോടുകൂടി അവിടെ കെ മുരളീധരനും TN പ്രതാപനും ഡബിൾ എഞ്ചിനായി വർക്ക് ചെയ്യുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരുണാകരന്റെ ആത്മാവിനെ വഞ്ചിച്ചു എന്ന ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വികാരം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉയർന്നു. ഞാൻ വിനോദിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പിന്നെ എന്ത് പറയാനേ, അപ്പൊ സംഭവിക്കണം എന്നതാണ്. ഇതും പിടിച്ച് നിൽക്കുന്നത് അതിനാണ്, സംഭവിപ്പിക്കാൻ. മനസ്സിലായില്ലേ? ശരി, എന്തായാലും ഒന്നും പറയില്ല. ഇന്നലെ IPS ഉദ്യോഗസ്ഥന്റെ ഒരു ഇതൊക്കെ പറഞ്ഞല്ലോ, പത്മജ കോൺഗ്രസിലേക്ക് അതൊക്കെ ചോദിച്ച ആളോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞല്ല. അല്ല, ബെഹ്റയാണെന്നാണ് പറയുന്നതാണോ? ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടതാണ് നമ്മൾ കണ്ടത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വൈകുന്നു, തീരുമാനമാകുന്നില്ല, അവർ പ്രചരണ രംഗത്ത് പിന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപം നേരിടുകയാണ്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ അല്പം ആഹ്ലാദം നമുക്ക് കാണാം. കെ സുധാകരന്റെ മുഖത്തും ആ ആഹ്ലാദമുണ്ട്. സ്ഥാനാർത്ഥികളായിരിക്കുന്നു, ഒരു മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ കേരളത്തിൽ അവർക്ക് പുറത്തിറക്കാനായിരിക്കുന്നു എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. കടുത്ത മത്സരം സാധ്യമായ എല്ലായിടത്തും അവർക്ക് ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം, അതിനാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. കടുത്ത മത്സരം ഉറപ്പുവരുത്താൻ ആയിട്ടുണ്ട് എന്നതാണ് ആത്മവിശ്വാസം. ഏതായാലും കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വി വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിനോദ്,
കോൺഗ്രസ് ക്യാമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ വൈകുന്നു എന്നതായിരുന്നു ഇതുവരെ അവർ നേരിട്ടിരുന്ന ഒരു വെല്ലുവിളി. എന്തായാലും സമവാക്യങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടാനായിരിക്കുന്നു. സാധ്യമായ എല്ലായിടത്തും ഏറ്റവും കടുത്ത മത്സരം ഉറപ്പുവരുത്താനാകുന്ന ആളുകളെ നിർത്തിയിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ബി.ജെ.പിയെ 3-ാം സ്ഥാനത്തെത്തിക്കുമെന്നതാണ് കെ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത്. ബി.ജെ.പിക്കെതിരെ ഏറ്റവും മുമ്പിൽ നിന്ന് പോരാട്ടം നയിക്കുന്നു എന്നൊരു പ്രതീതി വരുത്താനാണോ കോൺഗ്രസ് ക്യാമ്പ് ശ്രമിക്കുന്നത്? രേണുക, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു അവസരമോ അല്ലെങ്കിൽ സാഹചര്യമോ ആയി വിലയിരുത്താം. ഇപ്പോൾ കെ കരുണാകരൻ ഫാക്ടർ അത് വലിയ തോതിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം തന്നെ ലീഡർ കെ കരുണാകരന്റെ ചിത്രം പതിച്ച് നരേന്ദ്രമോദിക്കൊപ്പം വെച്ചു എന്നതിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസുകാർ തല്ലി തകർത്തു. ആ തരത്തിൽ ഒരു പൊതുവിൽ വികാരം ഉയർത്തിക്കൊണ്ടുവരും. മാത്രവുമല്ല, രേണുക ഇപ്പോൾ പറഞ്ഞതുപോലെ കെ മുരളീധരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്, പാർട്ടി എപ്പോഴാണോ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അപ്പോഴെല്ലാം താൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് നേമത്തെ തെരഞ്ഞെടുപ്പാകട്ടെ, വടകരയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോഴാകട്ടെ, വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പാകട്ടെ, ആ നിലയ്ക്ക് പാർട്ടി പറയുന്ന സമയത്തെല്ലാം പാർട്ടി പറയുന്ന ഇടങ്ങളിൽ താൻ മത്സരിച്ചിട്ടുണ്ട്. നേമത്ത് വി ശിവൻകുട്ടി ജയിച്ചു, അദ്ദേഹം മന്ത്രിയായി, ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ ബി.ജെ.പി തോറ്റതിന് ഒരു ഘടകമായി വിലയിരുത്തപ്പെടുന്നത് മുരളീധരന്റെ കടന്നുവരവ് തന്നെയാണ്. അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ തന്നെയാണ് ബി.ജെ.പിയെ പരാജയപ്പെടുത്തിയത് എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതായത് ജയിച്ചത് മാത്രമല്ല, പരാജയപ്പെട്ടതും ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇടയാക്കി എന്ന വിലയിരുത്തൽ. എല്ലാ കാലവും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള നേതാവാണ് കെ മുരളീധരൻ. കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, അവർ A+ മണ്ഡലമായി ബി.ജെ.പി കാണുന്ന സീറ്റുകളുണ്ട്, അവിടെ അക്കൗണ്ട് തുറക്കാതിരിക്കുക, അതിനുവേണ്ടിയുള്ള ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ തൃശൂരേക്ക് വരുന്നത്. അപ്രതീക്ഷിതമാണ്. ടി.എൻ. പ്രതാപൻ സ്ഥാനാർത്ഥിയാകും. അവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തു, ചുവരെഴുത്തുകൾ ആരംഭിച്ചു. ബി.ജെ.പിയെ സംബന്ധിച്ച് നേരിടേണ്ടത് സുനിൽകുമാറിനെയും ടി.എൻ. പ്രതാപനെയുമായിരുന്നു. സിറ്റിംഗ് MP എന്ന നിലയിൽ കുറേയധികം ടി.എൻ. പ്രതാപനെതിരെ എതിർപ്പുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. പക്ഷേ മുരളീധരൻ വരുമ്പോൾ അത് ടി.എൻ. പ്രതാപൻ, മുരളീധരൻ രണ്ടുപേരുടെയും പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് ലീഡർ കെ കരുണാകരൻ ഒരു അദൃശ്യ ശക്തിയായി തൃശൂരേക്ക് വന്നിറങ്ങുകയാണ്. അതുതന്നെയാണ് ബി.ജെ.പിയുടെ സാധ്യതകൾക്ക് അതിനു മുന്നിൽ ഒരു ചോദ്യമായി മാറുന്നത്. സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ വലിയ പോരാട്ടം നടത്തണം, ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ക്യാമ്പയിനുകൾ ഉണ്ടാകണം. ആ തരത്തിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയണം. ബി.ജെ.പിയിലേക്ക് പത്മജ വേണുഗോപാൽ വന്നത് മറ്റിടങ്ങളിൽ വലിയ ആഘോഷവും ആവേശവുമാകുമ്പോൾ തൃശൂരിൽ ഒരുപക്ഷെ അത് നേരെ വിപരീതമായ ഫലമുണ്ടാക്കുമെന്ന ആശങ്ക ബി.ജെ.പി നേതാക്കൾ തന്നെ ചിലരെങ്കിലും പങ്കുവയ്ക്കുന്നുമുണ്ട്. വി എസ് സുനിൽകുമാർ ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തനായ ഒരു മുഖമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നപ്പോൾ തീപ്പൊരി പ്രസംഗങ്ങളും പ്രവർത്തനവും നടത്തിയ നേതാവാണ്. ജനകീയനാണ്. നമ്മൾ കണ്ടതാണ് സുനിൽകുമാറിന്റെ ഓരോ പ്രചരണവും ചെല്ലുന്ന ഇടങ്ങളിലൊക്കെയും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ ഔസഫ് ബച്ചൻ അദ്ദേഹം സുനിൽകുമാറിനെ കുറിച്ചൊക്കെയും പറയുന്നത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് സുനിൽകുമാർ ജനകീയ മുഖമാണ്. അദ്ദേഹത്തിന് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ. ഏതായിരുന്നാലും തൃശൂർ പ്രവചനാതീതമായി മാറുന്നു എന്ന് തന്നെയാണ്, ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി തൃശൂർ മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ ടി.എൻ. പ്രതാപൻ ഒഴികെ ബാക്കി സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കുന്നുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ട്, കരുത്തനായ നേതാവാണ്, സിറ്റിംഗ് MP-യാണ്. അതോടൊപ്പം തന്നെയാണ് KC വേണുഗോപാലിന്റെ കടന്നുവരവ്. കഴിഞ്ഞ തവണ ആരിഫ് മാത്രം ജയിച്ച ഒരു ഇടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ആലപ്പുഴയിൽ മാത്രമാണ് ആരിഫിന് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് KC വേണുഗോപാൽ എത്തുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. രാഹുൽ ഗാന്ധിയുമായി ഒപ്പം ചേർന്ന് തന്നെയാണ് ഭാരത് ജോഡോ യാത്രയൊക്കെ രാഹുൽ ഗാന്ധി നയിക്കുമ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന നേതാവാണ്.
പല സംസ്ഥാനങ്ങളിലും ചർച്ചകൾക്ക് പോകുന്നത്. തെലങ്കാനയിലൊക്കെയും വിജയവുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലിനെ കുറിച്ച് വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ഇടപെടലുമൊക്കെയും. കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. അവിടെയും വലിയ പോരാട്ടം തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശശി തരൂർ തിരുവനന്തപുരത്തും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെ അങ്ങേയറ്റം മുതൽ ഈ തെക്ക് അറ്റം വരെ സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കുന്നു. പ്രതാപൻ ഒഴികെ വലിയ പോരാട്ടവും വലിയ ആത്മവിശ്വാസവും തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നതും പ്രകടിപ്പിക്കുന്നതും. തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒക്കെ വരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തൃശൂരാണ് ഏറ്റവും ആകാംക്ഷയോടെ ആളുകൾ നോക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നത്. കെ മുരളീധരൻ ഇന്ന് അവിടെ പ്രചാരണം ആരംഭിക്കുകയാണ്. രാവിലെ എത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുക. കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം 10:30 പ്രചാരണങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. നഗരത്തിലെ റോഡ് ഷോയോടെയാണ് കെ മുരളീധരന്റെ പ്രചാരണത്തിന് തുടക്കമാവുക. CV അനുമോദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. അനുമോദ്, പത്മജ BJPയിലേക്ക് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി കെ മുരളീധരൻ അവിടേക്ക് എത്തുന്നത്. വലിയ സ്വീകരണം ഒരുക്കാൻ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് BJP പ്രവർത്തകർ പത്മജയ്ക്ക് വലിയ സ്വീകരണം നൽകിയപ്പോൾ അതിനെ വെല്ലുന്ന സ്വീകരണത്തോടുകൂടി തൃശൂർ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ സ്വീകരിക്കാനാണ് പ്രവർത്തകർ ഒരുങ്ങുന്നതെന്ന് അറിയുന്നു. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയുന്നത്? കെ മുരളീധരന്റെ കടന്നുവരവോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തൃശൂരിൽ ആകെ മാറിയിരിക്കുകയാണ്. LDF വേഴ്സസ് UDF എന്ന തരത്തിലേക്ക് പ്രാഥമികമായിട്ട് തന്നെ മത്സരം മാറുന്നതിന്റെ സൂചനകളാണ് കെ മുരളീധരന്റെ കടന്നുവരവ് നൽകുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ പത്മജയുടെ BJP പ്രവേശനം മറ്റിടങ്ങളിലൊക്കെ BJP ആഘോഷിക്കുമ്പോൾ തൃശ്ശൂരിൽ അത് അത്രത്തോളം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല BJP പ്രവർത്തകർ. നമ്മളന്ന് ഈ ഒരു പ്രവേശനം ഉണ്ടായ സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അദ്ദേഹം പ്രതികരിക്കുന്നേയില്ല എന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതായത് തൃശ്ശൂരിൽ പത്മജയുടെ ഈ BJPക്കുള്ള ചൂടുമാറ്റം കോൺഗ്രസിന് കുറെ കൂടി കരുത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന ഒരു പൊതുവികാരമാണ് ഉള്ളത്. കാരണം തൃശ്ശൂരുകാർ കാലങ്ങളായിട്ട് അറിയാം കെ കരുണാകരന്റെ തട്ടകം, കെ കരുണാകരനെ സ്നേഹിക്കുന്ന വ്യക്തികൾ, അദ്ദേഹത്തിന്റെ ജാതി മതഭേദമില്ലാതെ എല്ലാ മേഖലകളിലുള്ള സ്വീകാര്യത, ഈ ഘടകങ്ങളൊക്കെ കെ മുരളീധരൻ കടന്നു വരുമ്പോൾ കെ മുരളീധരന് തുണയാകുന്ന ഒരു വിലയിരുത്തൽ ആണ് പൊതുവെ ഉള്ളത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഒരു അദ്ദേഹത്തിന്റെ സ്വീകരണ ചടങ്ങ് തന്നെ കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ അവരുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു ചടങ്ങാക്കി മാറ്റുകയാണ്. കെ മുരളീധരന്റെ കടന്നുവരവോടെ കോൺഗ്രസിന്റെ താഴെ തട്ട് മുതൽ അണികളിൽ പുതിയ ഊർജം വന്നിട്ടുണ്ട്. മേഖലകളിലൊക്കെ തന്നെ നേരത്തെ TN പ്രതാപനായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഊർജത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പോരാട്ടത്തിനാണ് തൃശ്ശൂരിൽ അരങ്ങൊരുങ്ങുന്നത്. നേരത്തെ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നൊരു മേൽക്കൈ, അത് പല മേഖലകളിലും ഉണ്ടായിരുന്ന മേൽക്കൈ ഇനിയിപ്പോൾ കെ മുരളീധരന്റെ കടന്നുവരവോടെ എത്രത്തോളം നിലനിർത്താൻ കഴിയുമെന്നാണ് കണ്ടറിയേണ്ടത്. അതുതന്നെയാണ് ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ. ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞത് കൂടുതൽ ഗംഭീരമാകും പ്രകടനം, മത്സരം എന്നതൊക്കെയാണ് സുരേഷ് ഗോപി അവകാശപ്പെട്ടത്. ശിവരാത്രി ദിനമായിരുന്നു ഇന്നലെ. ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നു സുരേഷ് ഗോപി. ക്ഷേത്ര ദർശനത്തിന് സുരേഷ് ഗോപി എത്തുമ്പോൾ ചെങ്കടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു എന്നല്ല, അവർ ചെങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. തിരുമംഗലം ക്ഷേത്ര ദർശനത്തിനിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. LDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ BJP പ്രവർത്തകരും മുദ്രാവാക്യങ്ങൾ ഉയർത്തി. തുടർന്ന് പ്രവർത്തകരോടൊപ്പം ഡാൻസ് ചെയ്തായിരുന്നു സുരേഷ് ഗോപി അതിനോട് പ്രതികരിച്ചത്. എന്തായാലും ഡാൻസ് ചെയ്താണ് സുരേഷ് ഗോപിയുടെ മറുപടി. തൃശൂർ മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പ്രചരണം തുടങ്ങുന്നതിന് മുന്നോടിയായി ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിക്കും. ഇന്ന് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നടത്താനാണ് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്നീട് പോകുന്നത് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലേക്കാണ്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ ജി ശ്രീജിത്ത് അവിടെ വിവരങ്ങളുമായുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് പ്രചാരണ പരിപാടികൾ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, മറ്റ് നേതാക്കളും ഈ രീതിയിൽ തന്നെ പ്രചരണം തുടങ്ങാനുള്ള സാധ്യതയുണ്ടോ? ശ്രീജിത്ത്, കേൾക്കാമോ? ശരി, എന്തായാലും പ്രചരണ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് പരസ്യ പ്രചരണം ആരംഭിക്കാൻ ഇരിക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, നമ്മൾ തൃശ്ശൂരിലെ വിശേഷങ്ങളാണ് പറഞ്ഞു വന്നത്. സുരേഷ് ഗോപി മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ഡാൻസ് കളിച്ച് കളം പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുരളി കൂടി എത്തിയാൽ ഗംഭീരമാകും അവിടുത്തെ മത്സരം എന്ന് സുരേഷ് ഗോപി അവകാശപ്പെടുന്നുണ്ട്. BJP ക്യാമ്പ് എങ്ങനെയാണ് മുരളിയുടെ പ്രവേശനത്തെ കാണുന്നത്? പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ സ്ട്രോങ് ഹോൾഡിലേക്ക് കൂടുതൽ എത്താൻ ഉള്ള നീക്കങ്ങളാണോ അവർ നടത്തുന്നത്? രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ BJP ക്യാമ്പിൽ നിന്ന് പറയാനുള്ളത്. ഒന്ന് സുരേഷ് ഗോപിയെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയും സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുമൊക്കെ വലിയ തോതിൽ പലതും പ്രകോപനങ്ങളും അതേപോലെ സാമൂഹ്യ മാധ്യമ വിമർശനം ഉയർത്തിയ സാഹചര്യമുണ്ട്. ഇത്തവണ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വലിയ നിയന്ത്രണം സ്വയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. വോട്ട് ചോദിക്കുമ്പോൾ പോലും ഒരു ശ്രദ്ധ പുലർത്തണം. അതായത് തന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നാളെ തനിക്കെതിരെ ആയുധമാവാനുള്ള സാധ്യതയുണ്ട് എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പഠിച്ച് അദ്ദേഹം അതിനനുസരിച്ചുള്ള പ്രചരണം നടത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. മുൻപ് പ്രകോപിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പ്രകോപിതനായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ വിവാദങ്ങളാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വയം നിയന്ത്രിച്ചുള്ള ഒരു പ്രചരണം, വോട്ടർമാരോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളിലും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം നിന്നുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തവണ കണ്ട ഏറ്റവും വലിയ ഒരു മാറ്റം. അത് BJPയെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് TN പ്രതാപനാണെങ്കിൽ അത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയേനെ എന്ന് BJP വിലയിരുത്തിയിരുന്നു. കാരണം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിലെല്ലാം തന്നെ അദ്ദേഹം വോട്ടർമാരോട് പറഞ്ഞിരുന്നത് കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്യാത്തൊരു MP ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ചെയ്യുക എന്നത്. അതായത് പ്രതാപൻ ഇവിടെ നിഷ്ക്രിയനായിരുന്നു എന്ന വിമർശനമാണ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിൽ വ്യാപകമായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ ആ ഒരു ശൈലി മാറ്റേണ്ട സാഹചര്യം. രണ്ടാമതായിട്ട് നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് സാമുദായികമായിട്ട് ഇവിടെ ഉണ്ടാകാമായിരുന്ന ഒരു മേൽക്കൈ, പല മേഖലകളിലും ഉണ്ടാകാമായിരുന്ന ഒരു മേൽക്കൈ കെ മുരളീധരന്റെ കടന്നുവരവോടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക മേഖലകളിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെയും മറ്റേ വോട്ടിംഗ് ബാങ്കിന്റെയും ഒരു ഘടന, അത് സുരേഷ് ഗോപിക്ക് TN പ്രധാനമാണെങ്കിൽ ഗുണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നു എന്നാണ് BJP വിലയിരുത്തുന്നത്. ഇതിപ്പോൾ കെ മുരളീധരന്റെ ആ വരവ് ഇതൊക്കെ തന്നെ ഈ കണക്കുകൂട്ടലൊക്കെ തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ BJP ക്യാമ്പാണ് ഈ കെ മുരളീധരന്റെ കടന്നുവരവോടെ ശരിക്കും ഷോക്ക്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട്, ശൈലി മാറ്റേണ്ടതുണ്ട്. എന്നാണെങ്കിലും കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ കെ മുരളീധരന്റെ കടന്നുവരവോടെ BJP അപ്രസക്തമാകുമോ എന്ന ആശങ്ക BJP ക്യാമ്പിന് ഉയരുന്നുമുണ്ട്. ശരി, എന്തായാലും തൃശൂർ പിടിക്കാൻ തയ്യാറെന്നാണ് കെ മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്. പാർട്ടി നൽകിയ ദൌത്യം ഏറ്റെടുക്കുകയാണ്. BJPയെ 3ാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. BJPക്ക് ഇടം നൽകുക എന്നതാണ് CPM ലക്ഷ്യം എന്നത് MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നു. കെ കരുണാകരൻ കോൺഗ്രസിന്റെ സ്വത്താണ്, അതിനെ സംഘി പതാക പുതപ്പിക്കാൻ അനുവദിക്കില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്കാണ് വണ്ടി കയറിയതെങ്കിൽ ഇത്തവണ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ട്രെയിൻ കയറാനാണ് പുതിയ നിയോഗം. എങ്ങനെ കാണുന്നു പുതിയ പാർട്ടി ഏൽപ്പിച്ച ദൗത്യത്തെ? പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം അനുസരിക്കുക, അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള നയം. അതിന്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വന്നതും
നാളെ വടകരയിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്നു. പാർട്ടി നയങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെടുത്താൻ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുസരിക്കുക. അതാണ് എൻ്റെ ചുമതല. BJPയുടെ A+ മണ്ഡലം, BJP വിജയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം, നിരവധി നാളുകളായി സുരേഷ് ഗോപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടം, ആ ഇടത്തേക്കാണ് ഒരു പുതിയ മത്സരം അല്ലെങ്കിൽ സർപ്രൈസ് എൻട്രിയായി താങ്കൾ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJPയെ 3ാം സ്ഥാനത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മണ്ണിൽ സംഘികൾക്ക് സ്ഥാനമില്ല എന്ന് ഈ ഇലക്ഷനോടെ തെളിയിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണോ താങ്കളെ ഈ ഒരു ദൗത്യത്തിനായി നിയോഗിക്കാനുള്ളത്? പ്രത്യേകിച്ചും ഈ സഹോദരിയുടെ പാർട്ടി മാറ്റമൊക്കെ ഘടകമായി. സഹോദരിയുടെ പാർട്ടി മാറ്റമല്ല, കോൺഗ്രസ് ആണ് BJPയെ നേരിടാൻ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കരുത്തുള്ള പ്രസ്ഥാനം. ആ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് LDFും BJPയും തമ്മിലാണ് കേരളത്തിൽ മത്സരം. അങ്ങനെ ഒരു മത്സരം കേരളത്തിലുണ്ട് എന്ന് താങ്കൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അതിൽ നിന്ന് തന്നെ CPMന്റെ മനോഭാവം മനസ്സിലായല്ലോ. അഖിലേന്ത്യാ തലത്തിൽ നമ്മളെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് ഉൾപ്പെടെ കോൺഗ്രസും CPM സഖ്യത്തിലാണ്. ത്രിപുരയിൽ കോൺഗ്രസും CPMുമായിട്ടുള്ള സഖ്യം അവിടെ രണ്ട് സീറ്റ്, ഒന്ന് കോൺഗ്രസ് ഒന്ന് CPM. അപ്പോൾ ഇവിടെ ഞങ്ങളും BJP ആയിട്ടാണ് മത്സരം എന്ന് പറയുമ്പോൾ BJPക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം. അത് ഗോവിന്ദമാഷ്ക്ക് അറിയാണ്ട് വായിന്ന് വന്നുപോയി. ഇപ്പോൾ MS അനീഷ് കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇന്നലെ അനീഷിനോട് സംസാരിക്കുമ്പോഴാണ് K മുരളീധരൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. BJPയെ നേരിടാൻ ശക്തർ ഞങ്ങളാണ്, മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണ്. അതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതാണോ മുരളീധരനുമായി സംസാരിച്ചപ്പോൾ തോന്നിയത്? MV ഗോവിന്ദന്റെ പ്രസ്താവന, ഒപ്പം തന്നെ EP ജയരാജൻ BJPയുമായിട്ടാണ് ഞങ്ങളുടെ മത്സരം പലയിടങ്ങളിലും എന്ന് പറഞ്ഞത്, അതൊക്കെ ഉയർത്തി BJPക്ക് അനാവശ്യ സ്പേസ് CPM നൽകുന്നു, ഇടതുപക്ഷം നൽകുന്നു എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അതിലൂന്നി ആയിരിക്കുമോ പ്രചരണം? തീർച്ചയായും നേരത്തെ മുതൽ തന്നെ കോൺഗ്രസിൽ BJP വിരുദ്ധ നിലപാടുകൾ ഏറ്റവും ശക്തമായി സ്വീകരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് K മുരളീധരൻ. ഇപ്പോൾ മറ്റൊരു കാരണം കൂടി ആ വിരോധത്തിന് പിന്നിലുണ്ട്. കാരണം സ്വന്തം സഹോദരി കരുണാകരന്റെ മകളെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ്, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് അടർത്തിയെടുത്ത് വലിയൊരു ഷോക്ക് കോൺഗ്രസിന് BJP നൽകിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയ പോരാട്ടം നടത്താൻ BJPക്ക് അവർ വിജയിക്കുമെന്ന് കരുതുന്ന അവരുടെ ഏറ്റവും വിജയപ്രതീക്ഷയുള്ള A+ മണ്ഡലത്തിൽ പോയി നേരിടാൻ താൻ സജ്ജമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സിറ്റിംഗ് MP 5 വർഷം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റുമ്പോഴൊക്കെ ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങേയറ്റം ആവേശത്തോടുകൂടി തൃശ്ശൂരിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം അന്നും BJPയെ നേരിടുക അല്ലെങ്കിൽ BJPയുടെ തോൽവിക്ക് കാരണമാവുക എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പല മത്സരങ്ങളും ഉണ്ടായിരുന്നത്. എന്തായാലും BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം CPM നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ BJPയും CPMും തമ്മിലാണ് പല മണ്ഡലങ്ങളിലും മത്സരമെന്ന് പറയുമ്പോൾ ആ വാക്കുകൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് നല്ല ബോധ്യം കോൺഗ്രസിനുണ്ട്, പ്രത്യേകിച്ചും K മുരളീധരനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളൊരു സമീപനം സ്വീകരിക്കും. വിജയം ഉണ്ടാവുക, ഒപ്പം BJPയെ തൃശ്ശൂരിലടക്കം 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക എന്ന രീതിയിൽ തന്നെയാവും അദ്ദേഹത്തിന്റെ വരും ദിനങ്ങളിലെ ലക്ഷ്യമെന്നതാണ് K മുരളീധരൻ പറയുന്നത്.